അമ്മേ, എൻ്റെ അമ്മേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ ജീവിതം മുഴുവൻ ദൈവത്തിൻ്റെ ഇഷ്ടത്തോടുള്ള സമർപ്പണമായിരുന്നു. സ്വർഗദൂതനായ ഗബ്രിയേൽ കൊണ്ടുവന്ന സന്ദേശത്തോട് വിനയത്തോടും വിശുദ്ധിയോടും കൂടെ അവൾ പ്രതികരിച്ചത് അവളെ വിശുദ്ധരിൽ വിശുദ്ധയാക്കി. വിശുദ്ധരുടെ രാജ്ഞി എന്ന പദവി മറിയത്തിന് ലഭിക്കാൻ കാരണം ദൈവപുത്രനായ യേശുവിൻ്റെ മാതാവാകാൻ സമ്മതിച്ചതുകൊണ്ടും അവൻ്റെ എല്ലാ വിശുദ്ധ ഗുണങ്ങളും ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്തതുകൊണ്ടാണ്. സകല വിശുദ്ധരുടെ മഹത്വവും വിശുദ്ധിയും മറിയത്തിൻ്റെ ജീവിതത്തിൽ പൂർണ്ണത പ്രാപിക്കുന്നു. മറിയം വിശുദ്ധ ജീവിതത്തിൻ്റെ സർവോന്നത മാതൃകയാണ്. അവളുടെ വിനയം, കരുണ, ക്ഷമ, സഹനശക്തി, മാതൃസ്നേഹം എന്നിവയെല്ലാം വിശുദ്ധരുടെ ജീവിതത്തെ പ്രചോദിപ്പിച്ചവയാണ്. പ്രിയ സഹോദരങ്ങളെ, 8 നോമ്പിൻ്റെ ഈ സമാപന ദിവസത്തിൽ പരിശുദ്ധ അമ്മയുടെ ജീവിതം നമ്മെ പ്രചോദിപ്പിക്കട്ടെ. അവളുടെ വിശുദ്ധി നമ്മെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കട്ടെ. അവളുടെ മാതൃസ്നേഹം നമ്മെ ദൈവസന്നിധിയിലേക്ക് കൂടുതൽ അടുപ്പിക്കട്ടെ. നമ്മുടെ ജീവിതയാത്രയിൽ വെല്ലുവിളികളും പരീക്ഷണങ്ങളും വരും. അപ്പോൾ നമ്മൾ മറിയത്തിൻ്റെ സഹായം തേടുക. അവൾ നമ്മെ വിശുദ്ധിയിലേക്ക് കൈപിടിച്ചുയർത്തും. അവളുടെ മധ്യസ്ഥതയിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹവും കരുണയും ലഭിച്ച് നമുക്കും ഒരു നാൾ വിശുദ്ധരുടെ കൂട്ടത്തിൽ ചേർന്ന് വിശുദ്ധരുടെ രാജ്ഞിയായ മറിയത്തോടൊപ്പം സ്വർഗത്തിൽ സദാകാലം സന്തോഷിക്കാനിടയാകട്ടെ.